ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ഹണ്ടർ ആനിമി സീരീസിലെ 11-ാമത്തെയും 12-ാമത്തെയും 14-ാമത്തെയും എപ്പിസോഡുകളാണ്. 13-ാമത്തെ എപ്പിസോഡ് ഒരു ഫില്ലർ എപ്പിസോഡ് ആയ കാരണം തന്നെ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ഈ 3 എപ്പിസോഡ്സും നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് കാരണമാണ് നമ്മൾ വീണ്ടും ഈ ഒരു എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ സമയം കളഞ്ഞത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ലിയോറിയോയുടെ ഫൈറ്റ് ആണ്. ലിയോറിയോയുടെ ഒപ്പോണന്റ് ആയിട്ട് വരുന്നത് ഒരു ഗേളാണ്. ആ ഒരു ഗേളാണെങ്കിൽ തന്നെ തന്റെ കൈമുള്ള ഹാൻഡ് കഫും മുഖംമൂടിയൊക്കെ ഊരി മാറ്റാണ്. ലിയോറിയോ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതോ വല്ല കിളവിയായിട്ടായിരിക്കും എന്നാണ്. പക്ഷെ അവളെ മുഖംമൂടി ഒരുക്കിയപ്പോഴാണ് വളരെ പ്രായം കുറഞ്ഞ ഒരു പെണ്ണാണെന്ന് മനസ്സിലാവുന്നത്. അവളെ കണ്ടത് മുതൽ ലിയോറിയോക്ക് നൈസായിട്ട് അവളോട് ക്രഷ് അടിക്കുന്നുണ്ട്. ലിയോറിയോയുടെ ഒപ്പോണന്റ് പെണ്ണാണെന്ന് പറഞ്ഞ ഗോണും ഫ്രണ്ട്സും ഈ ഒരു കളി കൈ വിട്ട് പോവാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം ലിയോറിയോ എങ്ങനെയാണ് ഫൈറ്റ് പോകേണ്ടതെന്ന് ആ ഒരു ലേഡിയോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മളെ ക്രിമിനൽ ലേഡി പറയാണ്, നമുക്കൊരു ബെറ്റ് വെച്ച് നോക്കാം. എന്തിന്റെ മേലെ നിന്ന് ലിയോറിയോ ചോദിച്ചപ്പോൾ ഞാനൊരു ആണാണോ പെണ്ണാണോ എന്നത്. ഇത് കേട്ട് നമ്മൾ ലിയോറിയോ ഞെട്ടാണ്. കാരണം ഇവിടെ കണ്ടാൽ പെണ്ണിനെ പോലെ തന്നെയാണ്. ഇനി ഇവൾ വല്ല ട്രാൻസ്ജെൻഡർ ആണെന്ന് ലിയോറിയോ സംശയിച്ചു പോവാണ്. ഞാനൊരു ഗസ് പറഞ്ഞതിന് ശേഷം നീ ആണാണോ പെണ്ണാണോ എന്ന് നീ എങ്ങനെ തെളിയിക്കും എന്ന ഡൗട്ട് നമ്മളെ ലിയോറിയോ ചോദിക്കുകയാണ്. അപ്പൊ നമ്മളെ ക്രിമിനൽ ലേഡി പറയാണ്, നീ സാറ്റിസ്ഫൈഡ് ആവുന്നവരെ ഞാൻ നിനക്ക് എന്റെ ബോഡി ചെക്ക് ചെയ്യാൻ തരാം. ഇത് കേട്ട ലിയോറിയോയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. നമ്മളെ ലിയോറിയോയുടെ കണ്ണ് ഇതിനടുക്ക് വേറെ എവിടേക്കൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ലിയോറിയോ അറിയാതെയോ ഞാൻ നീ ഒരു ആണാണെന്ന് ബെറ്റ് വെക്കുന്നു എന്ന് പറയാണ്. അപ്പൊ നമ്മളെ ക്രിമിനൽ ലേഡി പറയാണ്, ഞാനൊരു പെണ്ണാണെന്ന്. ഇത് കേട്ട ലിയോറിയോയുടെ മനസ്സിൽ വീണ്ടും ലഡ്ഡു പൊട്ടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ആണാണോ പെണ്ണാണോ എന്ന് ലിയോറിയോക്ക് ചെക്ക് ചെയ്യാൻ കിട്ടും. അങ്ങനെ കുറച്ച് നേരത്തിനാണെങ്കിലും ലിയോറിയോ ആ ഒരു ഫീലിംഗ് അനുഭവിക്കുകയാണ്. സുഹൃത്തുക്കളെ, അനുഭവിക്കുകയാണ്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഈസിയായി ജയിക്കാൻ താല്പര്യമില്ല എന്ന് നമ്മുടെ ക്രിമിനൽ ലേഡി പറയുന്നത്. ലിയോറിയോ നൈസായി ചൂടാവുന്നൊക്കെ ഉണ്ട്. ബട്ട് അടുത്ത ചലഞ്ച് സോൺ പേപ്പർ സിസർ ആണെന്ന് നമ്മളെ ലേഡി പറഞ്ഞപ്പോൾ ലിയോറിയോ സമ്മതിക്കുകയാണ്. അപ്പൊ നമ്മളെ ലേഡി ആണെങ്കിൽ എനിക്ക് നിന്റെ മനസ്സ് വായിക്കാൻ പറ്റും എന്ന് ലിയോറിയോയുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടി വെറുതെ പറയണം. അവനാണെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഒന്ന് ആലോചിക്കാതെ പോലും എടുത്തു ചാടി വെക്കുകയാണ്. ഭാഗ്യത്തിന് അതൊരു ഡ്രോ ആയി മാറുകയാണ്. ലിയോറിയോയുടെ ടെൻഷൻ കാരണം ഗോൺ ബാക്കിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അടുത്ത സിസർ വെച്ചാൽ മതി എന്ന്. അവനാണെങ്കിൽ വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ട് റോക്ക് വെക്കുകയാണ്. അങ്ങനെ ഈ ഒരു മാച്ചിൽ നമ്മളെ ലേഡി ജയിക്കുകയാണ്. സോ ഇപ്പോ 2-2 സ്കോർ. അതിനുശേഷം നമ്മൾ വേറൊരു ക്രിമിനലാണ് കാണുന്നത്. ഈ ഒരു ക്രിമിനൽ സാധാ ക്രിമിനൽസിന്റെ പോലെയല്ല. ഇവനെ ബാക്കി 4 ക്രിമിനൽസും ഭയക്കുന്നുണ്ട്. അടുത്തത് കിലുവയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞ ലിയോറിയോ അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അയ്യോ ഞാൻ സിസർ വെച്ചാൽ മതിയെന്നോ എന്ന് പറയാണ്. ഗോൺ നീ മര്യാദക്ക് ഇവനെ പിടിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും എന്ന് നമ്മളെ കിലുവ ദേഷ്യപ്പെട്ട് പറയാണ്. ഇതേ സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നമ്മളെ ക്രിമിനലാണെങ്കിൽ ഹാൻഡ് കഫൊക്കെ അയക്കുകയാണ്. അവനാണെങ്കിൽ അവിടുത്തെ മതിലൊക്കെ പൊട്ടിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ പെട്ടെന്ന് അവൻ്റെ മുഖംമൂടി ഉരിയപ്പോൾ ലിയോറി അത് കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഫൈറ്റ് വേണ്ട എന്ന് പറയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ക്രിമിനൽ ഏതൊരു വലിയ സീരിയൽ കില്ലർ ആയിരുന്നു. ഞാൻ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നീ അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയാൽ അവൻ എന്തായാലും നിന്നെ കൊല്ലും. പക്ഷേ കിലോ അതൊന്നും കേൾക്കാണ്ട് ഫൈറ്റിനായി കൂളായി നടന്നു പോവാണ്. അങ്ങനെ നമ്മളെ ക്രിമിനൽ അവിടെ എത്തിയപ്പോൾ കുറെ നാളായി ഞാൻ ചോര കണ്ടിട്ട്, കുറെ നാളായി ഞാൻ ഒരാളെ കൊന്നിട്ട്, ഞാനൊരു എക്സാമിനർ ആണോ നീ ഒരു കുട്ടിയാണോ എന്നൊന്നും ഞാൻ നോക്കി. ഈ ഒരു ക്രിമിനൽ ഇങ്ങനെ ഡയലോഗ് അടിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ കിലോ ചോദിക്കുന്നത് ഈ ഒരു എക്സാം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന്. അപ്പൊ നമ്മളെ ക്രിമിനൽ പറയാണ് ആദ്യം അവർ ഡെഡ് ആവുന്നോ അയാൾ തോന്നും. അപ്പൊ തന്നെ കിലുവ ഓക്കെ എന്ന് പറയാണ്. അപ്പൊ നമ്മളെ ക്രിമിനലാണെങ്കിൽ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ നിന്നെ 2 പീസാക്കും എന്ന് പറഞ്ഞ് നാക്കെടുക്കുമ്പോൾ കൊണ്ടുവരാ ചുറ്റോറം നിൽക്കുന്ന ക്രിമിനൽസും നമ്മളെ ഗോണ്ട് ഫ്രണ്ട്സൊക്കെ നെട്ടുകയാണ്. പിന്നീട് നമ്മൾ എന്താ നടക്കുന്നതെന്ന് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ക്രിമിനലിന്റെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു ചോര കളർ കാണുന്നത്. പെട്ടെന്ന് നമ്മളെ ക്രിമിനൽ പറയാണ് എന്താ ഇവിടെ നടക്കുന്നത്, എനിക്ക് എങ്ങനെ ഈ ഒരു ചൂടത്ത് ഇത്ര തണുപ്പ് തോന്നുന്നത്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ ഒരു സീരിയൽ കില്ലറിന്റെ ഹാർട്ട് പിടിച്ചിട്ട് നമ്മളെ കിലുവ നിൽക്കുന്നത്. ഇത് കണ്ട് നമ്മളെ സീരിയൽ കില്ലർ നീ എന്താടാ കാട്ടിയത്, അതെന്റെതാ, അതെനിക്ക് തിരിച്ചതാ എന്ന് പറഞ്ഞ് നമ്മളെ സീരിയൽ കില്ലർ അവിടെ ഡെഡ് ആവുകയാണ്. അതിനുശേഷം കിലുവ എനിക്ക് നിന്റെ ഹാർട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു സീരിയൽ കില്ലറിന്റെ കയ്യിൽ തന്നെ അവന്റെ ഹാർട്ട് വെച്ചു കൊടുക്കുകയാണ്. സോ ഇത് കാരണം തന്നെ നമ്മുടെ ഗോണ്ട ടീമിന് 3 പോയിന്റ് കിട്ടുകയാണ്. ലിയോറിയോ ഇതൊക്കെ കണ്ട് വാ പൊളിച്ച് നിൽക്കുകയാണ് അവിടെ. എങ്ങനെയാണ് കിലുവ ആ ഒരു ഹാർട്ട് ഇത്ര സിമ്പിളായി പറിച്ചെടുത്തതെന്ന് കുറാപ്പയ്ക്ക് ചോദിച്ചപ്പോൾ ഗോൺ പറയാണ് അവന്റെ ഫാമിലി മുഴുവൻ അസാസിൻസ് ആണ്. അവന് ചെറുപ്പത്തിൽ തന്നെ അതിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അവന്റെ ശരീരം തന്നെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ബിൽഡ് ചെയ്തതാണ്. സോ നമ്മളെ 7ാമത്തെ എപ്പിസോഡിന്റെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിലുവയുടെ ഫൈറ്റ് കഴിഞ്ഞ് കിലുവ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്താണ്. അവനെ കണ്ടപ്പോൾ തന്നെ ലിയോറി പേടിക്കുകയാണ്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിച്ചേക്കണടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവർക്ക് അടുത്ത് നിന്ന് വേറെ ഡോറ് വരുന്നത്. അപ്പൊ നമ്മളെ എക്സാം മൈക്കിൽ കൂടെ പറയുന്നത് നിങ്ങളുടെ ഇവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ഇപ്പൊ വന്ന ഡോറിലൂടെ ഏറ്റവും ബേസിലേക്ക് എത്താന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും ആ ഡോറിലൂടെ ഓടിപ്പോകുന്നുണ്ട്. അവിടേക്ക് പോകുന്ന വഴിക്ക് കുറാപ്പിക്ക കിലുവയോട് ചോദിക്കുകയാണ് അവൻ എങ്ങനെയാണ് ഹാർട്ട് പറിച്ചെടുത്തതെന്ന്. ഇത് കേട്ട് കിലുവ പറയാണ് അത് ഞാൻ ചുമ്മാണ്ട് പറിച്ചെടുത്താ എന്ന് പറഞ്ഞ് അവൻ ആ പറിച്ചപ്പോൾ അവന്റെ കൈ എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്.
എന്നിട്ട് കിലോ പറയാണ് അതെൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഒരു തരി ബ്ലഡ് പോലും ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ കുറേ മണിക്കൂറുകൾക്ക് ശേഷം നമ്മളെ ഫേസ് 3 സെലക്ഷൻ ക്ലോസ് ചെയ്യാൻ ബാക്കി 1 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക. അവസാനമായിട്ടാണ് ഗോണും കിലുവയും കുറാപ്പയും ലിയോറിയും ടോംപയും എത്തുന്നത്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടാലും ലാസ്റ്റ് ഇവർ 4 ആൾക്കാരും 100 എക്സാമിലെ ഫേസ് 3 പാസ്സാവുകയാണ്. സോ ഗൈസ്, എങ്ങനെയുണ്ട്? കിലുവയുടെ ഫൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ബ്ലൂ ഹാർട്ട് ഇടുക. സോ ഈ ഒരു സീൻ കൂടി കാണിച്ചിട്ടാണ് നമ്മളെ 12ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. 14ാമത്തെ എപ്പിസോഡിനെ തുടക്കത്തിൽ തന്നെ നമ്മൾ തേർഡ് ഫേസ് നടന്ന ടവറാണ് കാണിക്കുക. അതിനുശേഷം തേർഡ് ഫേസിൽ വിന്നായ 24 ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. അതിനുശേഷം തേർഡ് ഫേസിലെ എക്സാമിനർ വന്നിട്ട് ഇവരോട് എല്ലാവരോടും കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു തേർഡ് ഫേസ് കഴിഞ്ഞതിൽ പിന്നെ 4ാമത്തെയും 5ാമത്തെയും ഫേസ് കൂടി ബാക്കിയുള്ളൂ. സോ ആ ഒരു 2 ഫേസും കൂടി പാസ്സാവുകയാണെങ്കിൽ നമ്മളെ ഗോണും ഫ്രണ്ട്സിനും ഒഫീഷ്യലായിട്ട് തന്നെ ഹണ്ടേഴ്സ് ആവാൻ പറ്റും. അതിനുശേഷം 4th ഫേസ് നടക്കുന്ന ഒരു ഐലൻഡ് കൂടി ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഐലൻഡിന്റെ പേര് സെവിൽ ഐലൻഡ് എന്നാണ്. അപ്പോൾ നമ്മളെ ഫേസ് 3 പാസ്സായ 24 ആൾക്കാരുടെ കാർഡുകൾ അടങ്ങുന്ന ഒരു ബോക്സ് കൊടുന്ന് വെച്ചിട്ട് അതിൽ നിന്നൊരു കാർഡ് റാൻഡമായി എടുക്കാൻ പറയാണ്. സോ നമ്മളെ ഫേസ് 3യിൽ വിന്നായ ഫസ്റ്റ് പേഴ്സൺ ആണ് ആദ്യത്തെ കാർഡ് എടുക്കുക. രണ്ടാമത് വിന്നായ ആള് രണ്ടാമത്തെ കാർഡ് എടുക്കും. സോ ഫസ്റ്റ് ഹിസോക്കയാണ് തേർഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്തത്. സോ ഫസ്റ്റ് ഹിസോക്കയാണ് വരുന്നത്. അങ്ങനെ കുറെ നേരത്തിന്റെ കാത്തിരിപ്പിന് ശേഷം 21 ആൾക്കാർ കാർഡ് എടുത്തതിന് ശേഷമാണ് നമ്മളെ ഗോൺ വരുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ ഒരു കാർഡ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എക്സാമിനർ ആ ഒരു കാർഡിലെ സീല് റിമൂവ് ചെയ്യാൻ പറയാണ്. എല്ലാവരും തന്നെ കാർഡിലെ സീൽ റിമൂവ് ചെയ്തതിന് ശേഷം എക്സാമിനർ പറയാണ്, നിങ്ങൾ സീൽ റിമൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നമ്പർ കിട്ടിക്കാണും. ആ ഒരു നമ്പറാണ് നിങ്ങളെ ടാർഗറ്റ്. സോ നമ്മളെ ഗോൺ സീൽ റിമൂവ് ചെയ്തപ്പോൾ 44 ആണ് നമ്പർ കിട്ടുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ കാർഡിന്റെ ഉടമയുടെ കാർഡ് നിങ്ങൾ കട്ടെടുക്കണം. അതിന് നിങ്ങൾക്ക് ഏതൊരു മെത്തേഡ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ കൊന്നിട്ട് വരെ നിങ്ങളുടെ ടാർഗറ്റിന്റെ കാർഡ് എടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ടാർഗറ്റിന്റെ കാർഡിന് 3 പോയിന്റും നിങ്ങളുടെ കാർഡിന് 3 പോയിന്റും ബാക്കി എല്ലാ കാർഡിനും 1 പോയിന്റ് ആണെന്ന് എക്സാമിനർ പറയാണ്. നമ്മുടെ 100 എക്സാമിന്റെ 4th ഫേസ് പാസ്സാവാൻ നിങ്ങൾക്ക് 6 പോയിന്റ് വേണം. അതിനുശേഷം തേർഡ് ഫേസിൽ വിജയിച്ച 24 ആൾക്കാരും ഒരു ബോട്ടിലൂടെ സെവിൽ ഐലൻഡിലോട്ട് പോവാണ്. സെവിൽ ഐലൻഡിലോട്ട് എത്താൻ 2 മണിക്കൂറോളം എടുക്കും. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് അവിടുത്തെ എക്സാമിനർ പറയാണ്. അതിനുശേഷം നമ്മൾ ലിയോറിയോയും കുറാപ്പയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കാണുന്നുണ്ട്. സോ ആ ബോട്ടിലിരിക്കുമ്പോൾ തന്നെ എല്ലാവരും തന്നെ തന്റെ ടാഗുകൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലിയോറിയോ, നീ എന്റെ ടാർഗറ്റ് ആണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് ലിയോറിയോ ചുമ്മാ പറയാണ്. സോ അതേപോലെ തന്നെ കുറാപ്പയും ലിയോറിയോട് പറയാണ്. പക്ഷെ ലിയോറിയോ അത് കേട്ട് ഭയക്കുകയാണ്. അവന്റെ ഭയം മാറ്റാൻ വേണ്ടി കുറാപ്പക പറയാണ്, നീ അല്ല എന്റെ ടാർഗറ്റ് എന്ന്. അതേപോലെ തന്നെ നീ എന്റെ ടാർഗറ്റും ഇല്ലാന്ന് ലിയോറിയോ ബാക്കിൽ നിന്ന് വിളിച്ചു പറയാണ്. അതിനുശേഷം ഗോണും കിലുവയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കാണുക. ഗോൺ എടുക്കുന്നിടത്തേക്ക് കിലോ വന്നിട്ട് നീ ഏത് നമ്പറാണ് എടുത്തത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവർ രണ്ടുപേരും അത് പരസ്പരം സീക്രട്ട് ആയി വെക്കുന്നു. പക്ഷെ അവർക്ക് അവരെ സീക്രട്ട് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇരുവരുടെ ടാർഗറ്റ് അല്ലാന്ന് പരസ്പരം തിരിച്ചറിയുന്നു. അങ്ങനെ രണ്ടുപേരും ഒരേ സമയം തങ്ങളുടെ കാർഡുകൾ കാണിക്കാമെന്ന് തീരുമാനിക്കുന്നു. നമ്മുടെ ഗോണിന്റെ കാർഡായിട്ടുള്ള 44 ആരാണെന്ന് അറിയുന്നവർ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ക്യാൻസർ കിട്ടാനായിട്ട് നമ്മുടെ 10ാമത്തെ എപ്പിസോഡിന്റെ ഷോർട്സ് കണ്ടാൽ മതി. അങ്ങനെ രണ്ടുപേരും ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പരസ്പരം പിരിയുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ സെവിൽ ഐലൻഡിലോട്ട് എത്തുകയാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന എക്സാമിനർ ലേഡി പറയാണ്, ഫേസ് 3യിൽ വിജയിച്ച ഓർഡർ പ്രകാരമാണ് നിങ്ങൾ കടക്കേണ്ടതെന്ന് പറയാണ്. പക്ഷേ ഒരാൾ കടന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ അടുത്ത ആൾക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ നമ്മളെ ഗോണും ഫ്രണ്ട്സും അവസാനം എത്തിയത് കാരണം തന്നെ ഇവരിവിടെ കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ 1ാമത്തെ ആളായ ഹിസോക്ക കടന്നു പോയതിനു ശേഷം 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം 2ാമത്തെ ആൾ പോവാണ്. അങ്ങനെ കുറെ നേരത്തിന് ശേഷം കിലുവയും ഗോണും കടന്നു പോകുന്നു. 2 മിനിറ്റ് കഴിഞ്ഞു പോകുന്ന കാരണം തന്നെ ആദ്യം പോയ ആൾക്ക് ഒളിച്ചു നിൽക്കാൻ ഒരു ടൈം കൊടുക്കുകയാണ്. ഗോൺ ഐലൻഡിൽ എത്തിയ ശേഷം മരത്തിന്റെ മേലെ നിന്ന് ഒരു സംഭവം കാണുകയാണ്. അതെന്തെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പെട്ടെന്നാണ് ആ ബാക്കിൽ നിന്ന് ഒരുത്തൻ അമ്പെടുത്തിട്ട് തന്റെ ഒപ്പോണന്റെ നേരക്ക് വിടുന്നത്. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ആ ഒരു അമ്പിന്റെ മേലെ പോയിസൺ ചേർത്തത് കാരണം തന്നെ അവൻ അവിടെ മയങ്ങി വീഴുകയാണ്. എന്നിട്ട് ആ അമ്പ് വിട്ടവൻ ഇവന്റെ ടാഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. സോ ഇവനാണ് ഇവന്റെ ടാർഗറ്റ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാവുകയാണ്. ഇത് കണ്ട് ഇൻസ്പയർ ആയ ഗോൺ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൂരെ നിന്ന് ഒരുത്തൻ ഇവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ കുറച്ച് പക്ഷികളെയാണ് കാണിക്കുന്നത്. സോ നമ്മളെ ഗോണിന്റെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഈ ഒരു പക്ഷിയെ പിടിച്ചതിന് ശേഷം മാത്രമേ അവന്റെ ഒപ്പോണനെ ഫൈറ്റ് ചെയ്യാൻ പോവുകയുള്ളൂ. സോ നമ്മളെ ഗോൺ ആണെങ്കിൽ ഈ ഒരു പക്ഷിയെ പിടിക്കാൻ വേണ്ടി കുറെ നേരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് പറ്റില്ലെന്ന് കണ്ടപ്പോൾ അവൻ കുറച്ച് റെസ്റ്റ് എടുക്കാണ്. അപ്പോഴാണ് ഒരു പക്ഷി വന്ന് ഒരു ഫിഷിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് അവൻ കാണുന്നത്. അങ്ങനെ ഇവൻ തീരുമാനിക്കുകയാണ് അടുത്ത പ്രാവശ്യം പക്ഷി മീനെ പിടിക്കാൻ വരുമ്പോൾ ഇവൻ ആ സ്പോട്ടിൽ തന്നെ പക്ഷിയെ പിടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളെ ഫിഷ് ചെറുതായി ഒന്ന് ചാടിയപ്പോൾ തന്നെ നമ്മളെ പക്ഷി വന്ന് ഈ ഒരു ഫിഷിനെ പിടിച്ചുകൊണ്ട് അവൻ നോക്കുകയാണ്. അപ്പോഴാണ് ഗോൺ വിചാരിച്ച പോലെ തന്നെ ഗോൺ ആ പക്ഷിയെ പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ഗോണിനെ നോക്കി നിൽക്കുന്ന ആളെ കാണിച്ചുകൊണ്ടാണ് നമ്മളെ 14ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.